ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു സ്പെഷ്യൽ ഡിന്നറിന് പോയാലോ? ഇവിടെ ഇപ്പോൾ റംദാൻ മാസമാണ്. ഞാനും റംദാൻ നോയമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഫ്താറൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഡിന്നറിന് പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു സ്പെഷ്യൽ ഡിന്നറാണ്. ദുബായ് ഗ്രാൻഡ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്. നാലുകെട്ട് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഈ നാലുകെട്ടിലാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഡിന്നറിന് പോകുന്നത്. മനോഹരമാണെന്ന് നോക്കിയാൽ ഇവിടെ രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് പൂക്കളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫുട്പാത്താണ്. നമ്മൾ അതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ആയതുകൊണ്ടാണ് അതിൻ്റെ കളർ അത്ര കാണാത്തത് കേട്ടോ. നല്ല ലൈറ്റ് പിങ്ക് കളറിൽ നല്ല ഭംഗിയായിട്ട് നോക്കി ഈ ഏരിയ ഫുൾ ഇങ്ങനെ ഫ്ലവേഴ്സ് പിടിപ്പിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതുപോലെ അവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റ് നോക്കി അവരിങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരേ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ബോഗൻവില്ല ഉണ്ട് കേട്ടോ. മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. കുറച്ച് ദൂരമാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് കേട്ടോ. എന്തായാലും നല്ല എന്താ പറയുക, നല്ല രസമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ നടന്നിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ഹോട്ടലിൽ എത്തി കേട്ടോ. നാലുകെട്ട് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഗ്രാൻഡ് ഹോട്ടലിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻ്റാണ് ഇത്. താഴെയുള്ള റെസ്റ്റോറൻറ്റ്, ഈ ഹോട്ടലിൻ്റെ താഴെയുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ ഹോട്ടലിൻ്റെ ലോബിയൊക്കെയാണ് കേട്ടോ. ആ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ സൈഡിലും ഒരു മജ്ലീസൊക്കെ കാണാമേ. ഇത് ഫ്രണ്ട് റിസപ്ഷൻ ഏരിയയാണ്. ഇത് മജ്ലീസ് കണ്ടില്ലേ, അങ്ങനെ അതൊക്കെ കാണാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ നടന്ന് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക്. ഇവിടെ താഴെ റൈറ്റ് സൈഡിലായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയ നിലവിളക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു നാടൻ എന്താ പറയുക, ഭയങ്കര നമുക്കൊരു ബോട്ടൊക്കെ ഇല്ല, നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ ആ ഒരു സെറ്റപ്പിൽ നല്ല മനോഹരമായിട്ട് വെച്ചിരിക്കുന്നത്. ഒക്കെ കഥകളിയുടെ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതാ ഇവിടെ നെറ്റിപ്പട്ടം കെട്ടിയ ആന, എന്ത് ഭംഗിയായിട്ടെന്നറിയാം. അതങ്ങനെ ഒരു വോൾ ഫുൾ അങ്ങനെ പിക്ചറായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കഥകളിയുടെ സ്ത്രീവേഷം അതും വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം നമ്മൾ കുറച്ചിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇത് കണ്ടില്ലേ, നെറ്റിപ്പട്ട, ആനയുടെ നെറ്റിപ്പട്ട. പിന്നെ ഇവിടെ സൈഡിലൊക്കെ തൂക്കുവിളക്ക് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ലൈറ്റ്സ് ആണെങ്കിലും അവിടുത്തെ ഫുൾ ആംബിയൻസ് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണെങ്കിൽ ആ കേർട്ടൻ്റെ ഇടയിൽ കൂടെ നമുക്ക് റോഡ് കാണുകയും ചെയ്യാം. എന്താ അവിടെ ഒരു ആനയും ആനപ്പാപ്പാനൊക്കെ ആയിട്ട് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശില്പവും വെച്ചിട്ടുണ്ട്. അവിടെ സൈഡിലായിട്ട് തന്നെ ഒരു ബാറിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് തന്നെയാണ്, ബാർ അറ്റാച്ച്ഡ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ സൈഡിൽ ബുഫേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ മെനു എന്ന് നോക്കാം കേട്ടോ. ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡുമാണ് കഴിഞ്ഞത്. ഇത് പായസമാണ്, പാലട പായസമാണ് കേട്ടോ. അതിന് ശേഷം പിന്നെന്താണ് അടുത്ത മെനു നമുക്ക് നോക്കാമല്ലോ. അത് നമ്മുടെ ദാലാണ്, നമ്മുടെ പരിപ്പ് കറിയാണ് കേട്ടോ. പരിപ്പ് കറിയുണ്ട്. പിന്നെ ഇത് ഉള്ളിത്തീയലാണ് അതിൻ്റെ സൈഡിലിരിക്കുന്നത്. അതിന് ശേഷം ഇത് മഷ്റൂം പീസ് മസാലയാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഇത് പനീറാണ്. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വെജിറ്റബിൾ നൂഡിൽസാണ് കേട്ടോ. വെജിറ്റബിൾ നൂഡിൽസും എഗ് ഫ്രൈഡ് റൈസാണ്. പിന്നെ നോക്കി നമ്മുടെ കേരള പൊറോട്ട, നാടൻ പൊറോട്ട. പിന്നെ ഇത് കള്ളപ്പമാണ് കേട്ടോ. കള്ളപ്പം, നാടൻ കള്ളപ്പം. ഇത് സ്റ്റീംഡ് റൈസാണ്, നോർമലായിട്ടുള്ള റൈസാണ്. പിന്നെ അതിനുശേഷം ഇതാ മട്ടൻ നീൽക്കറി കറി. ഇത് തൈരാണ്, നമുക്ക് സാലഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തൈര്, ബിരിയാണിയുടെ കൂടെ യൂസ് ചെയ്യുന്ന തൈര്. പിന്നെ ചിക്കൻ കറി, ചിക്കൻ പൊട്ടറ്റോ കറിയാണ് കേട്ടോ. പിന്നെന്താ ഇതേതാണ്, ബീഫ് കറി, ബീഫ് കറിവേപ്പില കറി, പെർലനാണ്. ഇതൊരു അച്ചാർ. പിന്നെ അതിന് ശേഷം നമ്മുടെ കോട്ടയം മീൻ കറി. പിന്നെ അതാ നമ്മുടെ കപ്പ ശരിക്കും പറഞ്ഞ ഒരു വികാരം തന്നെയാണല്ലോ നമ്മുടെ കേരളക്കാരുടെ, നമ്മുടെ പൊറോട്ടയും ബീഫും പറഞ്ഞ പോലെ. പിന്നെ അതാ കുറച്ച് സാലഡ്സ്. അതിന് ശേഷം ഇവിടെ സ്പ്രിങ് റോൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫ്രൈ ആണ്, എന്താണിത്, ഓണിയൻ ഫ്രൈ അല്ലേ, ഓണിയൻ ഫ്രൈ ആണ്. ഇതാ അങ്ങനത്തെ കുറച്ച് ഫ്രൈഡ് ഐറ്റംസൊക്കെ അവിടെ സൈഡിലുണ്ട്. പിന്നെ അതിന് ശേഷം സൂപ്പാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ബുഫേയിലുണ്ടായിരുന്നത്. നമ്മൾ ബുഫേ എന്തായാലും എടുത്തില്ല, നോർമലായിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു. ഇതാ ഓറഞ്ച് ജ്യൂസാണ്. അതിന് ശേഷം ലൈം ജ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് പറഞ്ഞത് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചിക്കൻ ലോലിപ്പോപ്പുമാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ കറികളൊക്കെ വന്നു. ചിക്കൻ കറി ഉണ്ടായിരുന്നു, പൊറോട്ട, അപ്പം, പിന്നെ ഇതാ ബീഫ് ഉലർത്തിയത്, ഫിഷ് കറി. പിന്നെ നമ്മൾ കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പ കണ്ടപ്പം കപ്പ കഴിക്കാൻ തോന്നി, അങ്ങനെ കപ്പ പറഞ്ഞു. അങ്ങനെ നല്ല എന്താ പറയുക, നല്ല രസമുള്ളൊരു ഡിന്നറായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മളുടെ നാടൻ രുചികൾ
തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മളിതാ ഡിന്നറിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കറങ്ങി. ഇതാണ് ടോട്ടലായിട്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ ഉള്ളത് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്, കുറച്ച് വലിയ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇത് ഒരു സൈഡിലൊരു പാർട്ട് മാത്രമാണ്. അങ്ങനെ നമ്മളിതാ റെസ്റ്റോറൻറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോഴാണ് ഡോറിൽ നോക്കിയൊരു ആനയുടെ ഷേപ്പുള്ളൊരു ഡോറും. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം. ഒരു സൂപ്പർ ആംബിയൻസ് ആയിരുന്നു കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ. ഇരുന്ന് കഴിക്കാനും ടേസ്റ്റി ഫുഡുമാണ്, എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഡിന്നറായിരുന്നു. ഇവിടെ റൈറ്റ് സൈഡിലൊരു ചെറിയ ബാർ പോലെ ഉണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കയറി നോക്കിയില്ല, നമ്മൾ ആ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് മാത്രമേ കയറിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ നടന്ന് ആ ഹോട്ടലിൻ്റെ ലോബിയിലേക്കാണ് എത്തിയത്. ഇതാണ് ലോബി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.